നമസ്കാരം. പട്ടിണിപ്പാവങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനുകൾ അടിച്ചുമാറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടികളൊന്നും എടുക്കരുതെന്നും അതിനു പകരം കൂടുതൽ പേർക്ക് ഇത്തരം പെൻഷനുകൾ അടിച്ചുമാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും പറയുകയാണ് പ്രശസ്ത ചലച്ചിത്രകാരനായ ജോയ് മാത്യു. മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ എഴുതിയ മിഡിൽ പീസിലാണ് ജോയ് മാത്യു തന്റെ നിരീക്ഷണം പങ്കുവെക്കുന്നത്. വളരെ കൗതുകകരമായ ആ നിരീക്ഷണം ഇങ്ങനെയാണ്. ജോയ് മാത്യു എഴുതുന്നു: എന്ത് കണ്ടാലും വിമർശിക്കുക എന്നതാണ് നമ്മുടെ പൊതുവെയുള്ള ശീലം. അഴിമതി എന്ന് തോന്നലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. പക്ഷേ ഇതിൽ നമ്മളായിട്ട് കുറ്റം പറയരുത്. എല്ലാവരും കൂടെ കൈയിട്ട് വാരുമ്പോൾ നമ്മളായിട്ട് എന്തിനു നോക്കി നിൽക്കണം എന്ന സ്വദേശ ചിന്തയിൽ നിന്നായിരിക്കണം ഈ പെൻഷൻ അടിച്ചുമാറ്റൽ യത്നം ആരംഭിച്ചിട്ടുണ്ടാവുക. കോളേജ് പ്രൊഫസർമാരടക്കം 1458 സർക്കാർ ജീവനക്കാരാണ് ഈ പ്രത്യേക യോജനയുടെ പിന്നിൽ. ശരിക്കും ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? അവർ നോക്കുമ്പോൾ സർക്കാർ തന്നെ ചെന്നു ചാടിയ വിവിധങ്ങളായ കേസുകൾ വാദിക്കാനും വാദിക്കാതിരിക്കാനും കോടികളാണ് വക്കീലന്മാർക്ക് ഫീസായി നൽകി വരുന്നത്. മന്ത്രിമാരുടെ പിന്നാലെയും മുന്നാലെയും ഇരുവശങ്ങളിലുമായി ചുമ്മാ നടക്കുന്ന മുന്തിയ പേഴ്സണൽ സ്റ്റാഫ് ഇനത്തിൽപ്പെട്ടവർക്ക് ജീവിതാവസാനം വരെ ക്ഷേമകരമായി ജീവിക്കാൻ കൊടുക്കുന്ന വകയിൽ ചെലവഴിക്കുന്നതും കോടികൾ. ഒരാവശ്യവുമില്ലാത്തതും നഷ്ടത്തിലോടി തിമിർക്കുന്നതുമായ വിവിധ കോർപ്പറേഷനുകളിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഒരു പ്രാവീണ്യവുമില്ലാത്ത, യോഗ്യതകളെ ഏതുമില്ലാത്തവർ കൈക്കലാക്കുന്ന സംഖ്യകളും സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു തുകയാണല്ലോ ഈ 2.7 കോടി രൂപ. ഇത് ഖജനാവിൽ നിന്ന് ഒരു വർഷം 1458 പേർ വീതിച്ചെടുത്താൽ ഒന്നിനും തികയാത്ത ഒരു തുകയാണ് എന്നാണ് എൻ്റെ ഒരിത്. ഒരു ആശുപത്രിയിലെ ഇലക്ട്രിക് സ്വിച്ച് നന്നാക്കുന്നവനും സ്ക്രൂ ഡ്രൈവർ എടുത്തു കൊടുക്കുന്നവനും എങ്ങു നിന്ന് എന്നറിയാതെ പണം വന്ന് പെട്രോൾ പമ്പ് വരെ തുടങ്ങാൻ സാധിക്കുന്ന ഒരു നാട്ടിൽ ഈ പാവങ്ങൾ കുറച്ചധികം രൂപ അടിച്ചു മാറ്റുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. കഴിയുമെങ്കിൽ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഇത്തരം അടിച്ചുമാറ്റൽ യോജനയിൽ ഭാഗഭാക്കാകാൻ അവസരം നൽകുകയും അതിനുവേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പുതിയൊരു നികുതി ഈടാക്കി ഖജനാവ് നിറയ്ക്കാനും കഴിയുന്ന ഒരു ഭരണപരിഷ്കാരമാണ് നമുക്ക് വേണ്ടത്. ചിരിക്കേണ്ട. ഇത് പഠിക്കാൻ, അതായത് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയാം, ഒരു കമ്മീഷനെ വെക്കാവുന്നതാണ്. അവർക്കും അവരുടെ കുടുംബക്കാർക്കും വിദേശത്തെ കാര്യങ്ങൾ പഠിക്കാൻ യാത്രയും അനുവദിക്കാവുന്നതാണല്ലോ. അതാണല്ലോ നമ്മുടെ ഒരു പതിവ്. ഇനി ഈ പെൻഷൻ അടിച്ചുമാറ്റിയ 1458 പേർക്ക് അടിച്ചുമാറ്റൽ പെൻഷൻ എന്നൊരു പെൻഷൻ അനുവദിക്കുക കൂടി ചെയ്താൽ എല്ലാം പൂർത്തിയായി. എങ്ങനെയുണ്ട് ജോയ് മാത്യുവിന്റെ ഈ നിരീക്ഷണം? ഏതായാലും പിണറായി വിജയന്റെയും നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലിന്റെയും സജീവ പരിഗണനയ്ക്ക് ഈ നിർദ്ദേശങ്ങൾ ഉപകരിക്കും എന്ന് തന്നെ കരുതുകയാണ്.